കർത്താവിൻ്റെ തിരുമുമ്പാകെ നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് കഴിയുമ്പോഴാണ് ജീവിതത്തിൻ്റെ നിയോഗം നമുക്ക് ലഭിക്കുന്നത്. വിശ്വാസ പ്രഖ്യാപന തുടർച്ചയാണ് നമ്മുടെ നിയോഗം. അത് നമ്മൾ കൃത്യം കാണുന്നത് പൗരോഹിത്യ സ്വീകരണത്തിലൊക്കെയാണ്. പൗരോഹിത്യ സ്വീകരണത്തിൽ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് മെത്രാൻ്റെ സ്ലീഹന്മാരുടെ പ്രതിനിധിയായ മെത്രാൻ്റെ മുമ്പിൽ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിയുമ്പോഴല്ലേ ഈ വലിയ ദൗത്യം ഈ ശംശാനയുടെ മേൽ കർത്താവ് ഭരമേൽപ്പിക്കുന്നത്. നമ്മൾ ഓരോ തവണയും കർത്താവിൻ്റെ മുമ്പിൽ അവൻ്റെ അപ്രമാദിത്വത്തെ, അവൻ്റെ അധികാരത്തെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ ജീവിക്കേണ്ട നിയോഗങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. എന്താ കാര്യം? ആ വിശ്വാസത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ടാണ് നീ ജീവിതം ജീവിക്കേണ്ടത്. നമുക്കും പ്രാർത്ഥിക്കാം, കർത്താവേ, ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നിന്നെ ഏറ്റുപറയുക, ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട നിന്നെ തിരിച്ചറിഞ്ഞ് ആ വിശ്വാസം ഏറ്റുപറയുക. അത് ഏറ്റുപറച്ചിലിൻ്റെ ഒടുക്കം നീ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്ന നിയോഗങ്ങൾ വിശ്വസ്തയോടെ ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, ഞങ്ങളെ ഒരുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.